Different types of user-defined function. വ്യത്യസ്തമായ user-defined functions. Functions in C++ are classified into two types. Predefined functions and user-defined functions. C++ ൽ ഫംഗ്ഷനുകളെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്നും രണ്ട് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനുകളെ ഇൻവോക്ക് ചെയ്യുന്നത് മെയിൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുണ്ട്. സോ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആർ ഇൻവോക്ഡ് ബൈ യൂസിങ് മെയിൻ. മെയിൻ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ഇത്തരം യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനുകളെ ഇൻവോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൾ ചെയ്യുന്നത്. അതുകൊണ്ട് മെയിനെ കോളിംഗ് ഫംഗ്ഷൻ എന്നും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനുകളെ കോൾഡ് ഫംഗ്ഷൻ എന്നും അറിയപ്പെടുന്നു. സോ മെയിൻ ഫംഗ്ഷൻ ഈസ് കോൾഡ് കോളിംഗ് ഫംഗ്ഷൻ ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആർ കോൾഡ് ഫംഗ്ഷൻ. ഒരു കോളിംഗ് ഫംഗ്ഷൻ കോൾഡ് ഫംഗ്ഷനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഫംഗ്ഷനുകളെ നാലായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ calling function and called function, functions are classified into four types. ഒന്ന് function without return type and without arguments. ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാത്ത, ഒരു വാല്യൂ പാസ് ചെയ്യാത്ത, ഒരു ആർഗ്യുമെന്റും സ്വീകരിക്കാത്ത ഫംഗ്ഷൻ. രണ്ട് ഫംഗ്ഷൻ വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്ത് ആർഗ്യുമെന്റ്സ്. ആർഗ്യുമെന്റുകളുണ്ട് പക്ഷെ റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത ഫംഗ്ഷൻ. മൂന്ന് ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്തൗട്ട് ആർഗ്യുമെന്റ്സ്. റിട്ടേൺ ടൈപ്പ് ഉള്ള ഫംഗ്ഷൻ പക്ഷെ ആർഗ്യുമെന്റുകൾ സ്വീകരിക്കാത്ത ഫംഗ്ഷൻ. നാല് ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്ത് ആർഗ്യുമെന്റ്സ്. റിട്ടേൺ ടൈപ്പ് ഉള്ളതും ആർഗ്യുമെന്റുകൾ സ്വീകരിക്കുന്നതുമായ ഫംഗ്ഷൻസ്. ഒരു ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്ന വാല്യൂസിനെ അല്ലെങ്കിൽ ഡേറ്റയാണ് ആർഗ്യുമെന്റുകൾ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കോളിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റുകളെ ആക്ച്വൽ ആർഗ്യുമെന്റ് എന്നും ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റുകളെ ഫോർമൽ ആർഗ്യുമെന്റ് എന്നും അറിയപ്പെടുന്നു. സോ ആർഗ്യുമെന്റ്സ് പ്രസന്റ് ഇൻ ഫംഗ്ഷൻ കോൾ ഈസ് കോൾഡ് ആക്ച്വൽ ആർഗ്യുമെന്റ് ആൻഡ് ദ ആർഗ്യുമെന്റ്സ് പ്രസന്റ് ഇൻ ഫംഗ്ഷൻ കോൾ ഈസ് കോൾഡ് ഫോർമൽ ആർഗ്യുമെന്റ്സ്. ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ വാല്യൂ ഫോർമൽ ആർഗ്യുമെന്റിലോട്ടാണ് പാസ് ചെയ്യുന്നത്. എക്സാമ്പിൾ 1 ഫംഗ്ഷൻ വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്തൗട്ട് ആർഗ്യുമെന്റ്സ്. ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാത്ത ഫംഗ്ഷനുകൾക്ക് പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന കീവേഡാണ് വോയിഡ്. വോയിഡ് സം ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. അവിടെ വോയിഡ് സം എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ യാതൊരു വാല്യൂവും റിട്ടേൺ ചെയ്യുന്നില്ല. അത്തരം സം എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഒരു ആർഗ്യുമെന്റുകളും സ്വീകരിക്കുന്നില്ല. അത്തരം ഫംഗ്ഷനുകളെയാണ് ഫംഗ്ഷൻ വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്തൗട്ട് ആർഗ്യുമെന്റ്സ് എന്ന് അറിയപ്പെടുന്നു. ഒരു വാല്യൂ സ്വീകരിക്കാത്ത, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാത്ത ഫംഗ്ഷനുകൾക്ക് പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന കീവേഡാണ് വോയിഡ് എന്ന് പറയുന്നത്. ഒരു വോയിഡ് ഒരു എംപ്റ്റി ഡാറ്റ ടൈപ്പാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഫംഗ്ഷൻ ആണ് ഫംഗ്ഷൻ വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്ത് ആർഗ്യുമെന്റ്സ്. അത്തരം ഫംഗ്ഷനുകൾ ആർഗ്യുമെന്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. ഒരു ഫംഗ്ഷന്റെ ഡാറ്റ ടൈപ്പ് ആണ് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷന്റെ റിസൾട്ട് ആണ് റിട്ടേൺ വാല്യൂ എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഫംഗ്ഷൻ ആണ് ഫംഗ്ഷൻ വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്ത് ആർഗ്യുമെന്റ്സ്. വോയിഡ് സം ഇന്റ് എ ഇന്റ് ബി. അവിടെ എയും ബിയും ആർഗ്യുമെന്റുകളാണ്. വോയിഡ് സം എന്ന് പറഞ്ഞാൽ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല പക്ഷെ രണ്ട് ആർഗ്യുമെന്റുകൾ സ്വീകരിക്കുന്നു, രണ്ടും ഇന്റിജർ ആണ്. അത്തരം ഫംഗ്ഷനുകളെയാണ് ഫംഗ്ഷൻ വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്ത് ആർഗ്യുമെന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അവിടെ എയും ബിയും ആർഗ്യുമെന്റ്സ് ആണ്. എയും ബിയും ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന വിഭാഗത്തിൽ വരുന്നു. കാരണം ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റുകളാണ് എയും ബിയും.
അതുകൊണ്ട് എയും ബിയും ഫോർമൽ ആർഗ്യുമെന്റ്സ് ആണ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഫംഗ്ഷൻ ആണ് ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്തൗട്ട് ആർഗ്യുമെന്റ്സ്. ഏതൊരു വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനുകളുടെ അവസാനം എഴുതുന്ന കീവേഡ് ആണ് റിട്ടേൺ. ഇത്തരം ഫംഗ്ഷനുകൾ ഏതെങ്കിലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. അത് ഇന്റിജർ ആവാം, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ആവാം, അല്ലെങ്കിൽ ഡബിൾ ആവാം. ഇത്തരം ഫംഗ്ഷനുകളുടെ അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് റിട്ടേൺ. ഇത്തരം ഫംഗ്ഷനുകളെയാണ് ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്തൗട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇത്തരം ഫംഗ്ഷനുകൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു, പക്ഷെ യാതൊരു ആർഗ്യുമെന്റുകളും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇന്റ് സം, ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. അവിടെ ഇന്റ് സം സൂചിപ്പിക്കുന്നത് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഇന്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് റിട്ടേൺ എസ്. അതായത് എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുന്ന വാല്യൂ, അതായത് എയും ബിയും കൂടെ സം ചെയ്ത് കിട്ടുന്ന വാല്യൂ എസ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. ആ എസ് എന്ന് പറയുന്ന വാല്യൂ മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യുന്നു. അതുകൊണ്ടാണ് റിട്ടേൺ എസ് എന്ന് എഴുതുന്നത്. ഇത്തരം ഫംഗ്ഷനുകളെയാണ് ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്തൗട്ട് ആർഗ്യുമെന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അവസാനത്തെ ടൈപ്പ് ഫംഗ്ഷൻ ആണ് ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്ത് ആർഗ്യുമെന്റ്സ്. ഇത്തരം ഫംഗ്ഷനുകൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു, അതോടൊപ്പം ആർഗ്യുമെന്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു. സോ ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്ത് ആർഗ്യുമെന്റ്സ്. ഇത്തരം ഫംഗ്ഷനുകൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു, മെയിൻ ഫംഗ്ഷനിലോട്ട് വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നു. അതുകൊണ്ട് ഇത്തരം ഫംഗ്ഷനുകളെയാണ് ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്ത് ആർഗ്യുമെന്റ്സ് എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ ഇന്റ് സം, ഇന്റ് എ, ഇന്റ് ബി. ഇവിടെ ഇന്റ് സം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് സൂചിപ്പിക്കുന്നത് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഇന്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഇന്റ് എ, ഇന്റ് ബി രണ്ട് ഇന്റിജർ വാല്യൂസ് ആർഗ്യുമെന്റ് ആയി സ്വീകരിക്കുന്നു. അതാണ് എയും ബിയും. റിട്ടേൺ എസ് എന്ന് പറയുന്നത് എസിലെ വാല്യൂ മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യുന്നു. ഇത്തരം ഫംഗ്ഷനുകളെയാണ് ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്ത് ആർഗ്യുമെന്റ്സ് എന്ന ക്ലാസിഫിക്കേഷനിൽ പെടുത്തുന്നത്. സോ എ ഫംഗ്ഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു പ്രത്യേക ടാസ്ക്, അല്ലെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞ 2 നമ്പർ കൂട്ടുന്നു. ഇത്തരം ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നിർദ്ദേശങ്ങളുടെ കളക്ഷനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. C++ൽ ഫംഗ്ഷനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ, 2 യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന്.